മാനസികാവസ്ഥ. എന്തു വന്നാലും അമ്മൂമ്മയെ ഉപേക്ഷിക്കില്ല. തിരിച്ചു വന്നത് ആരെയും വേദനിപ്പിക്കാൻ അല്ലെന്നും തൻവി. ADHD ഉണ്ടായിട്ടും അവർ എന്നെ കൈവിടാതിരുന്നത് പോലെ തന്നെയാണിത്. വിവാദങ്ങളിൽ പ്രതികരിച്ചു സിന്ധു കൃഷ്ണയുടെ സഹോദരി പുത്രിയും ബ്ലോഗറുമായ തൻവി സുധീർ ഘോഷ്. ഇനിയും വിവാദങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല. കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇനി പ്രതികരിക്കാൻ ആവില്ലെന്നുമാണ് തൻവി സുധീർ പറയുന്നത്. യൂട്യൂബിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് തൻവിയുടെ മറുപടി. ആ വാക്കുകളിലേക്ക്. കുടുംബ വിഷയത്തിൽ ഇനി മേലാൽ പ്രതികരിക്കുകയില്ലെന്ന് വ്യക്തമാക്കുകയാണ്. ഞാൻ തിരികെ വന്നത് ആരെയും ടാർഗറ്റ് ചെയ്യാനോ വേദനിപ്പിക്കാനോ ആയിരുന്നില്ല. എൻ്റെ അമ്മൂമ്മ വിഷമിച്ച് കണ്ടപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് പങ്കുവെച്ചുവെന്ന് മാത്രം. എൻ്റെ മുത്തച്ഛൻ മരിക്കും മുമ്പ് മുത്തച്ഛനും മുത്തശ്ശിയുമാണ് എന്നെ വളർത്തിയത്. അതിനാൽ അവർക്കൊപ്പം സമയം ചെലവിടാനും തന്നെ നോക്കാൻ ഒരാളെ കണ്ടെത്താൻ അവരെ സഹായിക്കാനുമാണ് ഞാൻ വന്നത്. അതായിരുന്നു എൻ്റെ പോസ്റ്റുകളുടെ ലക്ഷ്യം. ഒരിക്കലും അറ്റൻഷന് വേണ്ടിയായിരുന്നില്ല. യൂട്യൂബിൽ സംസാരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കാനാണ് ഞാനിന്ന് ശ്രമിച്ചിട്ടുള്ളത്. അതിനാലാണ് ഞാനത് അഡ്രസ്സ് ചെയ്തത്. എന്നാൽ ചില കുടുംബാംഗങ്ങൾ കഥയുടെ ഒരു വശം മാത്രം പങ്കിട്ടതോടെയാണ് ഞാൻ പ്രതികരിച്ചത്. നിർഭാഗ്യവശാൽ അത് എനിക്ക് ഒരുപാട് വെറുപ്പ് നേടുന്നു. ഇപ്പോൾ ഞാൻ പ്രസവാനന്തര ഘട്ടത്തിലാണ്. 2 മക്കളുടെ അമ്മയാണ്. എൻ്റെ പ്രയോറിറ്റി എൻ്റെ കുടുംബമാണ്, എൻ്റെ മക്കളാണ്. സമാധാനത്തോടെ ജീവിക്കുകയാണ്, സാധാരണ ജീവിതം നയിക്കുകയെന്നതാണ്. യൂട്യൂബിലും റെഡിറ്റിലും നടക്കുന്ന ഗോസിപ്പ് ചർച്ചകൾക്കപ്പുറം ഈ വിഷയത്തിൽ ഇനിയും പ്രതികരിക്കേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ അമ്മൂമ്മയ്ക്കും എൻ്റെ അമ്മയുടെ കുടുംബത്തിനും ഇടയിൽ സംഭവിച്ചതിന് ഞാനുമായി യാതൊരു ബന്ധവുമില്ല. പ്രായമുള്ള ആളെന്ന നിലയിലും കുടുംബമായി ആരുമില്ല എന്നതിനാലും എനിക്ക് എൻ്റെ അമ്മൂമ്മയ്ക്കൊപ്പം നിന്നേ പറ്റൂ. എൻ്റെ അമ്മയുടെ കുടുംബത്തിലുള്ളവർക്ക് പരസ്പരം നോക്കാൻ ധാരാളം കുടുംബാംഗങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിനും 2 കുട്ടികൾക്കുമിടയിലും അമ്മൂമ്മയെ സഹായിക്കാനും അവർക്കൊപ്പം താമസിക്കാൻ പറ്റുന്നയാളെ ഞാൻ പോകുന്നതിന് മുമ്പ് കണ്ടെത്താനും ശ്രമിക്കും. പറ്റിയില്ലെങ്കിൽ അവസാനം വരെ ഞാൻ തന്നെ നോക്കി സ്ഥിരതാമസമാക്കുകയും ചെയ്തു. OCD ഒരു ഡിസോർഡറാണ്. 75 വർഷത്തിന് ശേഷം അത് സുഖപ്പെടുത്താനാമെന്ന് തോന്നുന്നില്ല. ADHD ഉണ്ടായിട്ടും അവർ എന്നെ കൈവിടാതിരുന്നത് പോലെ തന്നെയാണിത്. കനിവ് കാണിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തവർക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണയെ ഞാൻ ഏറെ വിലമതിക്കുന്നു. സമാധാനത്തോടെയും പോസിറ്റിവിറ്റിയോടെ മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ പറയുന്നു തൻവി സുധീറിൻ്റെ പോസ്റ്റ്. അപ്പോൾ തൻവി സുധീറിനോട് എല്ലാവരും യോജിക്കുന്നുവോ അതോ അഹാനിയോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നുവോ? ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തൂ. കൂട്ടത്തിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.